അങ്ങനെ ഒരു വിധത്തിൽ ഏറെക്കുറെ മുകളിലെത്തി. പക്ഷേ മുഖത്തിൻ്റെ ഭാവമൊക്കെ മാറി. ഇനി മുകളിലേക്ക് കയറുള്ള ടാസ്ക്കാണ്. വെള്ളമൊന്നും കരുതിയിട്ടില്ല. വെള്ളത്തിന് കഴിക്കുന്നുണ്ട്. കയറും തോറും ബ്രീത്തിങ് പ്രോബ്ലം വരുന്നുണ്ട്. അതുകൊണ്ട് മുകളിലേക്ക് ഇനി കയറുള്ള ടാസ്ക്കാണ്. ഈ ഒരു ഏരിയയിൽ മാത്രം കുറച്ച് മഞ്ഞ് കുറവുള്ളൊരു ഏരിയയാണ്. മേൽഭാഗത്ത് തന്നെ കുറച്ച് മഞ്ഞ്. ഞാൻ അങ്ങോട്ട് പോകും തോറും ഹെവിയാണ്. ട്രെയിൻ കണ്ട, അതാണ് മേളിൽ നിന്നുള്ള വ്യൂ. ഇനി മേളിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ മണാലിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മഞ്ഞിൽ കയറണം. മഞ്ഞിൽ കയറാതെ പോകരുത്. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഏറെക്കുറെ മേളിലെത്തി. പക്ഷെ ഇനിയും കയറാൻ കിടക്കുകയാണ്. വയ്യാണ്ടായി. കാരണം ഒരു കയ്യിലെ ഗ്ലൗസ് ഇട്ടിട്ടുള്ളൂ, ഇടത്തെ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടില്ല. അപ്പോൾ മഞ്ഞിൽ പിടിച്ച് കയറാൻ വലിയ പാടാണ്. അപ്പോൾ ഈ ഒരു ഗ്ലൗസ് കൊണ്ട് വഴി ഉണ്ടാക്കിയിട്ട് വേണം മുകളിലേക്ക് കയറി പോകാൻ. ഇനി നോക്കട്ടെ, കുറച്ചുകൂടി മേളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. മേളിൽ പോയിട്ട് പറ്റിയ വീഡിയോ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു 3 പേര് വേറെ കയറിയിട്ടുണ്ട്. എൻ്റെ ഒപ്പം പിടിച്ചു തരാം. കണ്ണീനൊക്കെ വെള്ളം വന്നു തുടങ്ങി. മുകളിൽ നല്ല മഞ്ഞാണ്. കണ്ണീനൊക്കെ വെള്ളം വന്നു തുടങ്ങി. രക്ഷയില്ല. ഒരു കയ്യിലെ ഗ്ലൗസ് ഇട്ടിട്ടുള്ളൂ, മറ്റേ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് അങ്ങനെ ഇറങ്ങാൻ പോവാണ്. താഴത്തേക്ക് ഇറങ്ങിയാണ്. ഇപ്പം ഇറങ്ങണമെങ്കിൽ കുറച്ച് ടാസ്ക് ഉണ്ട്. എന്താ വെച്ചാൽ കയറി വന്ന പോലാണ്ട് ഇറങ്ങാൻ പറ്റില്ല. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. അതല്ലേ, കുത്തനെയുള്ള ഇറക്കാണ്. അതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. സോ ഇരുന്നിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇറങ്ങണം. കുറേശ്ശെ ഇറങ്ങണം. ഇടി വിട്ടാൽ ചിലപ്പോൾ താഴെ കാണും. അതെന്തായാലും നോക്കാം. മൈ ഗോഡ്. ഒരു രക്ഷയില്ല കേട്ടോ. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് മഞ്ഞിലൊക്കെ കയറണം. അടാറ് സംഭവമാണ്. ഞാൻ പറഞ്ഞ നമ്മുടെ ടീം ഇതാണ്. അവരിവിടെ എത്തിയിട്ടുള്ളൂ. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരും മുകളിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. 4 പേരും അവിടെ ഉണ്ട്. അപ്പം ഞാൻ അവർക്ക് കയറാനുള്ള ചില ട്രിക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അതിസാഹസികമായ യാത്രയാണ്. ബ്രേക്ക് കിട്ടിയാൽ അവിടെ നിൽക്കില്ലെങ്കിൽ നേരെ താഴ്ത്തു. സിമ്പിളാ, ഇതാ സിമ്പിള്. ഈ മതിലെടുത്ത് അപ്പുറത്ത് ചാടുന്നു, ആ മതിലെടുത്ത് അപ്പുറത്ത് ചാടുന്നു. അയ്യോ അയ്യോ, ഫേസ് കാണിക്ക്. ഫേസ് എങ്ങനെയാണ് കാണിക്ക്. അപ്പോൾ അങ്ങനെ ഗൈസ്, ഞങ്ങളിവിടെ കുറച്ച് നേരം മഞ്ഞിലൊക്കെ കളിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങളിന്ന് റൂമിലേക്ക് തിരിക്കും. ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം. മണാലിയിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരോടും സൈനിങ് ഓഫ്.